നമസ്കാരം. വാളയാർ അട്ടപ്പള്ളത്ത് സഹോദരിമാരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം സിനിമാ കഥകളെ വെല്ലുന്ന ദുരൂഹതകളെ തുടർന്നാണ് ജനശ്രദ്ധയിലെത്തിയത്. മൂത്ത മകൾ ഹൃതിക മരിച്ച് കൃത്യം 52-ാം ദിവസം സഹോദരി ശരണ്യെ മരണത്തിന് കീഴടങ്ങി. ഇരു മരണങ്ങളും ഒരേ സമയം, ഒരേ സ്ഥലത്ത്, ഒരേ തരത്തിൽ. കേസിൽ 4 പേർ പിടിയിലായെങ്കിലും കുട്ടികളുടെ മരണം കൊലപാതകമാണോ എന്ന് പോലീസിന് കണ്ടെത്താനായിട്ടില്ല. പീഡനം, ആത്മഹത്യാശ്രമം എന്നിവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. അപ്പോഴും മരണത്തിലെ ദുരൂഹതകൾ തുടരുകയാണ്. ജനുവരി 13-നാണ് മൂത്ത കുട്ടി ഹൃതികയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാർച്ച് 4-ന് ഇളയ കുട്ടി ശരണ്യയെ. അട്ടപ്പള്ളത്തെ ഓടിട്ട ആ കൊച്ചു വീടിനുള്ളിൽ ആ കുട്ടികളുടെ സ്വപ്നങ്ങളെ ആരോ കശാപ്പ് ചെയ്തുവെന്ന് ഉറപ്പ്. മരവിച്ച കുഞ്ഞു ശരീരങ്ങൾ തൂങ്ങിയാടുന്ന ദൃശ്യങ്ങൾ ഒന്നല്ല 2 തവണ കാണേണ്ടി വന്നു പിതാവ് ഷാജിക്കും അമ്മ ഭാഗ്യവതിക്കും. പണിക്ക് പോയിട്ട് വൈകുന്നേരം എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. വൈകുന്നേരം ഇവിടെ എത്തുമ്പോൾ 6 മണി. അന്ന് വരുമ്പോഴത്തേക്കും ജനങ്ങളൊക്കെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. ചെറിയ കുട്ടിക്ക് സുഖമില്ലാതെ പറഞ്ഞിട്ടാണ് എന്നെ ഫോൺ ചെയ്ത് വിവരം അറിയിച്ചത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ചെറിയ കുട്ടി ഇവിടെ ഉണ്ട്. വലിയ കുട്ടിക്കാണ് അപ്പം എന്തോ സംഭവിച്ചെന്നുള്ളത് മനസ്സിലായി. എന്നിട്ട് ഞാൻ ചോദിച്ചു, എൻ്റെ മകളെ എനിക്കൊന്ന് കാണിച്ചു തരണം, ഞാൻ കണ്ടിട്ടില്ല, എനിക്കൊന്ന് കാണിച്ചു തരണം. എനിക്ക് വലിയ ചെറുതായിട്ട് വാൽ തുറന്നിട്ട് ഒന്ന് കാണിച്ചു തരണം. അപ്പോൾ ഇവിടെ നിൽക്കുന്ന അവസ്ഥയിലാണ് കണ്ടത് മൂത്ത കുട്ടിനെ. അത് കണ്ട് നേരിട്ട് അമ്മ ഞങ്ങൾ 6 മണിക്ക് പണി തീരുമ്പോൾ അമ്മയാണ് കണ്ടത്. 3 അടി ഉയരക്കാരി 8 അടി ഉയരത്തിൽ കുരുക്കിട്ടതാണ് പോലീസിനെ കുഴയ്ക്കുന്ന പ്രധാന ചോദ്യം. തന്റെ മകൾ തൂങ്ങി മരിക്കില്ലെന്ന് പിതാവ് ഷാജി പറയുന്നു. രണ്ടാമത്തെ കുട്ടിക്ക് തീരെ എത്തൂരാവും. അത് വളരെ ചെറുതാണ്. അവർക്ക് 8 വയസ്സാണ്, അതിനുള്ള ഹൈറ്റില്ല. അവൾ 8-9 വയസ്സാണ്, അതിനുള്ള ഹൈറ്റില്ല. നമ്മൾ അപ്പൂൻ്റെ അത് ഒരു ശകലം പൊക്കമുള്ളൂ തല. കുട്ടി സ്കൂളിൽ നല്ല ബോൾഡായ കുട്ടിയാണ്, നല്ല തൻ്റെടിയായ കുട്ടിയാണ്. ഒരു മരണത്തിന് പോലും അങ്ങനെ ഒരു ചിന്ത പോലും നടത്താൻ കഴിയാത്തൊരു കുട്ടിയാണ്. ഉദാഹരണമായിട്ട് വീട്ടിലെ ജോലി കഴിഞ്ഞ് തുണിയെല്ലാം തിരുമ്പി കഴിഞ്ഞ് അത് അലക്കിയിടാൻ ആ സമയം ഒരു 2 മിനിറ്റ് ഗ്യാപ്പിലാണ് കുട്ടിയുടെ ചേച്ചി മരണപ്പെടാനുള്ള കാരണം. അത്തരം സ്കൂളിലോ ഈ പരിസര പ്രദേശങ്ങളിലോ കുട്ടിയുടെ ഭാഗത്ത് യാതൊരുവിധ ദൂഷ്യമായ പെരുമാറ്റങ്ങളും ഇതുവരെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് അന്വേഷണം ബോധ്യപ്പെട്ടിരിക്കുന്നത്. മക്കളുടെ മരണത്തിൽ ചതിയെന്ന് മാതാവും പറയുന്നു. പക്ഷെ എന്തായാലും 2 മക്കളുടെ മരണത്തിൻ്റെ പുറകിലും ചതിയാണെന്നായാലും കൺഫേമാണ്. പക്ഷെ എന്തായാലും ഈ ചതി ചെയ്തതല്ല, കണ്ടെത്തി തന്നെ വേണമെന്നാണ് പറയുന്നത്. ആര് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എവിടെ നിന്നാണ് ആൾ വന്നു എന്നുള്ളത് എനിക്കറിയില്ല. 2 മക്കളിനെയും ചതിച്ചതാണെന്നുള്ള ഒരു ഉറപ്പാണ്. ദമ്പതികൾ ജോലിക്ക് പോയാൽ വീട്ടിൽ കുട്ടികൾ തനിച്ചായിരുന്നു. സ്കൂൾ വിട്ടെത്തിയാൽ ആടുമേക്കാൻ ഇറങ്ങുന്ന ഹൃതികയെയും ശരണ്യയെയും നാട്ടുകാർക്കറിയാം. കുട്ടികൾ സ്കൂളിൽ പോകും, വരും, വൈകുന്നേരങ്ങളിൽ കുറച്ച് ദിവസം കളിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. സ്കൂളിൽ പോണ സമയം സ്കൂളിൽ പോകും, അല്ലാതെ വീട്ടിൽ വന്നിരിക്കുക കാണാം. പിന്നെ ഇവിടെ അവരുടെ അമ്മാവൻ്റെ വീടുണ്ട്, അവിടെ ട്യൂഷന് പോകണ കാണാം. പിന്നെ വരും, കളിക്കും, അത്ര തന്നെ. പിന്നെ കുറേ മുമ്പ് അവർ ഹോസ്റ്റലിലൊക്കെ താമസിച്ചവരാണ്. ഈ 2 കൊല്ലമായിട്ടാണ് അവർ ഈ ഭാഗത്തേക്കായിട്ട് സ്കൂളിൽ ചേർത്തിയതും വിദ്യാഭ്യാസം ഇവിടെ ആരംഭിച്ചതൊക്കെ ഇവിടെയായിരുന്നു. പഠിക്കുന്ന കുട്ടികളാണ്. അവിടെ കളിക്കുന്നത് ഓടുകയാണ്. 3 പേരുണ്ടല്ലോ, അപ്പോൾ ചെറുതിനെ ഇങ്ങനെ ഓടിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് നോക്കും. പിന്നെ എന്തെങ്കിലും ചോദിക്കും, സ്കൂളിൽ പോയോ, പിന്നെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പിറന്നാളാണോ, അങ്ങനെയൊക്കെ ചോദിക്കുക. അല്ലാതെ ഇവിടെയൊന്നും അധികം വരാറില്ല. സംഭവ ദിവസത്തെ കഥ നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ. ഞങ്ങൾ ശബ്ദം കേട്ടിട്ടാണ് പോയപ്പോൾ ആ കുട്ടി അങ്ങനെ തൂങ്ങി നിൽക്കുന്ന സീനാണ് കണ്ടത്. പിന്നെ അവരുടെ അച്ഛനമ്മയൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നു, ഞങ്ങൾ പിന്നെ മരുപ്പെടുക്കുന്നവരെ നിന്നു, അങ്ങനെ വന്നു. പിന്നെ ഈ 40 ദിവസം ഞങ്ങൾ അങ്ങോട്ട് പോവുക വരിക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ കുട്ടി മരിച്ചപ്പോഴാണ് ഞങ്ങൾ ശനിയാഴ്ച ദിവസം ഞങ്ങൾ ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശബ്ദം കേട്ട് പോയപ്പോൾ അതേമാതിരി ചെറിയ കുട്ടി അങ്ങനെ തൂങ്ങി നിൽക്കുന്ന സീനാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ നാട്ടുകാരെല്ലാവരും ചേർന്നു. വീട്ടിൽ പറഞ്ഞാൽ അവർ ജോലിക്ക് പോകണവരാണല്ലോ, വീട്ടിൽ അങ്ങനെ ആരും ഉണ്ടാവാറുണ്ടാവും. എപ്പോഴും ജോലിക്ക് പോയിട്ട് വരും. എപ്പോഴെങ്കിലും അവരുടെ അച്ഛനമ്മനെ കാണുള്ളൂ. അല്ലാത്ത ഞായറാഴ്ച ദിവസങ്ങളിൽ ചിലപ്പോൾ കാണും, അല്ലാത്ത ദിവസങ്ങൾ പണിക്ക് പോണതും വരുന്നതൊന്നും അറിയില്ല. ഞങ്ങൾക്ക് ഇരിക്കുമ്പോൾ ഒന്ന് വീട്ടിലുണ്ട് എന്നുള്ളത് മാത്രം അറിയാം.
കുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൂത്ത കുട്ടി തന്നോട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നതായും ബന്ധു ശാരീരികമായി പീഡിപ്പിക്കുന്നത് നേരിൽ കണ്ടിട്ടുണ്ടെന്നുമാണ് അമ്മ പോലീസിനോട് പറഞ്ഞത്. വലിയ പ്രായം കൊടുത്തിട്ട് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് അവളെ കൊണ്ടുപോകാൻ ശരീരമില്ലാത്ത രീതിയിലൊക്കെ പെരുമാറുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ശാരീരികമായിട്ട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവൾ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇവൻ അവളോട് അച്ഛനമ്മനെ കൊണ്ട് പറഞ്ഞു നമ്മൾ കൊല്ലുന്നു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവളോട് മകളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവൾ പേടിച്ചിട്ട് പറയാതെ ഒരുപാട് മുന്നേ പ്രാവശ്യം ഞാൻ കാണുന്നതിൻ്റെ മുന്നേ ഒരുപാട് പ്രാവശ്യം അവളിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷെ അവളൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല. ബന്ധു വീട്ടിൽ വരുന്നത് വിലക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് ദമ്പതികൾ പറയുന്നത്. എങ്കിലും ഉപദ്രവം തുടർന്നു എന്നാണ് വെളിപ്പെടുത്തൽ. ഭാഗ്യവതി അവളാണ് പറഞ്ഞത് ഇങ്ങോട്ട് വരണ്ടാന്ന് അവരുടെ അടുത്താണ് പറഞ്ഞത്. ഞാൻ വരലുമില്ല. പിന്നെ വന്നത് പിന്നെ നമ്മൾ പണിക്ക് വേണ്ട 10 ദിവസം ഇവിടെ ഇരുന്നപ്പോഴൊന്നും അവൻ അന്ന് വന്നിട്ടുമില്ല. പിന്നെ ഞങ്ങൾ പണിക്ക് പോയതിൻ്റെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അവനോട് പറയുക വെച്ചാൽ ഇനി മേലെ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ വന്നിട്ടുമില്ല. ഇത് പറഞ്ഞ ശേഷം വന്നിട്ടുമില്ല. അന്ന് ഞങ്ങൾ അതിൻ്റെ മുന്നിപ്പോഴും മരിക്കണതിൻ്റെ ഒരു 10 ദിവസം മുന്നേ ഞങ്ങൾക്ക് പണിയില്ലാതെ വീട്ടിൽ നിൽക്കൊന്നും വന്നിട്ടേ ഇല്ല. ഞങ്ങളന്ന് വെള്ളിയാഴ്ച പണിക്ക് പോയപ്പോൾ അവൻ മരിക്കുന്നുണ്ട്. 3:30 മണിയാകുമ്പോൾ ഇവിടെ വന്നത് ആൾക്കാർ കണ്ടിട്ടുമുണ്ട്. തീർച്ചയായിട്ടുള്ളവർ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ എന്തിനു വന്നു ചോദിച്ചപ്പോൾ വേറെ എന്തൊക്കെയോ കാരണങ്ങളാണ് പറയുന്നത്. ഇവിടേക്ക് വരാൻ കാരണം അതുകൊണ്ടായിരുന്നു, ഞാൻ പോയത് അതിന് വേണ്ടിയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് കൂട്ടുകാരെന്തോന്ന് എനിക്കറിയില്ല. പക്ഷെ അവനാണ് ഇങ്ങനെ പ്രവർത്തിച്ച് കാണിച്ചത് കണ്ടത്. അതിനെ കൊണ്ട് അന്ന് 100 ദിവസം വരാത്തതിനെ കൊണ്ട് അവൻ വന്നപ്പം അന്ന് 3 മണിക്ക് 3:30 ഇവിടെ ഉണ്ടല്ലോ അവൻ. അപ്പോൾ അതിനെ കൊണ്ട് തോന്നിപ്പോയി 4 നാടിൻ്റെ ഉള്ളിലാണ് ഇത് സംഭവം നടന്നത്. അപ്പം അങ്ങനെ ഒരു സംശയം മാത്രം ഉണ്ടായിട്ടുള്ളൂ. വീട് സന്ദർശിച്ച ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരോട് കുട്ടികളുടെ അമ്മ വിവരിച്ചതിങ്ങനെ. അവർക്ക് സംശയം അവരുടെ ഈ അച്ഛൻ്റെ അനിയൻ്റെ ഒരു മകൻ മധുണ്ട്. അവരുടെ അച്ഛൻ്റെ അനിയൻ്റെ മകൻ മധു എന്നാണ് പറഞ്ഞത്. അയാൾ പലപ്പോഴും ഈ വിധത്തിൽ ഈ കുട്ടിയോട് പെരുമാറിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പല അനുഭവം ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആളില്ലാത്ത നേരാ വിചാരിച്ച് വന്നപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അച്ഛനായപ്പോൾ വീടിൻ്റെ പിന്നിൽ കൂടെ അങ്ങോട്ട് നടന്ന് പോയി ഇങ്ങേപ്പുറത്ത് വന്ന് ഈ കുട്ടിയെ മാടി വിളിക്കലും സംസാരിക്കലൊക്കെ ഉണ്ടായി എന്നുള്ളത് പറഞ്ഞു. ഒരു പ്രാവശ്യം ഈ കുട്ടി എന്തോ നോക്കിയപ്പോൾ ശരീരത്തിൽ തന്നെ ചില പാടുകൾ കണ്ടപ്പോൾ അതിനെപ്പറ്റി ഇവർ അന്വേഷിച്ചപ്പോഴാണ് ഈ കുട്ടി സംഗതി തുറന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ എന്നാണ് പറയുന്നത്. കൊലപാതക സാധ്യതകൾ തള്ളിക്കളയാനാകില്ലെന്നാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സെക്രട്ടറി പി വിജയലക്ഷ്മി പറഞ്ഞത്. ഒരിക്കലും ഇത്തരം ഒരെണ്ണം ഒരമ്മമാർക്ക് സംഭവിച്ചുകൂടാ. ഒരു കുട്ടി മരിച്ചതിൻ്റെ 51-ാം പക്കം 52-ാം പക്കമാണ് ഈ കുട്ടിയെ കാണുന്നത്. അതുമാത്രമല്ല അമ്മ കണ്ട സീന് പണിമാറ്റി വരുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ തൂണിൽ തൂങ്ങിയിട്ട് നിലം മുട്ടി നിൽക്കുന്നതാണ്. നിലം മുട്ടി നിൽക്കുമ്പോൾ അത് എന്താണ് വിചാരിച്ച് ചെന്ന് പിടിച്ചപ്പോൾ അങ്ങനെ തുണി അഴിഞ്ഞ് വീണോന്നാണ് പറയുന്നത്. അച്ഛൻ്റെ മേലേക്ക് വീണോന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു വിധത്തിൽ ആത്മഹത്യയല്ല. അന്നത്തിനായി ആടുമേയ്ക്കുകയും ദിവസവേതനത്തിൽ പകലന്തിയോളം കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിലേക്കാണ് മരണം കുരുക്കിട്ടത്. ദുരന്തത്തിനിരയായ ഹൃതിക്കും ശരണിക്കും ഒരു ഇളയ സഹോദരൻ കൂടിയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കൃതിക ഇവരുടെ ആദ്യത്തെ ഭർത്താവിനുള്ള കുട്ടിയാണ്. ആദ്യത്തെ ഭർത്താവ് പറഞ്ഞ ഈ 5 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ അയാൾ ഉപേക്ഷിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഇയാൾ കൂടെ കൂടി ഇപ്പോഴുള്ള ഭർത്താവ് ഷാജി ഒപ്പം കൂടി അതിലുണ്ടായ മക്കളാണ് ഇപ്പോൾ മരിച്ച ശരണ്യ. അതേപോലെ ഇപ്പോൾ ഒരു ആൺകുട്ടി കൂടിയിട്ട്. എന്തായാലും അച്ഛനും അമ്മയും അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. കുട്ടികൾക്ക് സ്വയം തൂങ്ങാനുള്ള സാഹചര്യമല്ല വീട്ടിലുള്ളത് എന്നത് പോലീസിനെ കുഴക്കിയാണ്. തൂങ്ങിയതാണോ തൂക്കിയതാണോ എന്ന് കൂടുതൽ അന്വേഷണത്തിലൂടെ വ്യക്തമാകും. 2 മരണങ്ങളും സംഭവിച്ചതോടെ നാട്ടുകാരും ഭീതിയിലാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പറയുന്നു. ങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലും ഞെട്ടലോടെയാണ് ഈ കൊലപാതകം സംബന്ധിച്ച് കാണുന്നത്. 52 ദിവസം ശേഷം കുട്ടി അനിയത്തി മരണവുമായി ബന്ധപ്പെട്ട് ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും അച്ഛനും പല പോലീസിന് കൊടുത്ത മൊഴിയിൽ ചേച്ചി മരണപ്പെടുകയും അതിന് ശേഷം 2 പേര് ഇവിടുന്ന് കടന്നു പോവുകയും എന്നാണ് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ചേച്ചി മരണപ്പെടുന്നതിന് ശേഷം പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്നൊരു ചെറിയൊരു പറ്റിയിട്ടുണ്ടെന്നുള്ളൊരു സംശയം നമ്മുടെ പൊതുജനങ്ങൾക്കും നമ്മുടെ പ്രദേശത്തെ ആളുകൾ ഞെട്ടലോടെയാണ് ഈ സംഭവം കാണുന്നത്. അത് അവളെ ശരണ്യ ഇവിടെ തന്നെ കണ്ട് സ്വത്തുകുട്ടി 2 ആൾ ഇതിലെ പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞത്.
പോലീസിനൊക്കെ മൊഴി കൊടുക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾക്ക് അറിയാം. ഇതിൽ കൂടെ നിറയെ പേര് പോകുന്നുണ്ടല്ലോ. അപ്പം ഞങ്ങളിത് ആരാണെന്നുള്ളതൊന്നും അറിയില്ല. ബൈക്കിൽ പോകും, ചിലവർ കാറിൽ വരും. ഇത് നിറയെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ചെക്ക് പോസ്റ്റ് വന്ന കാരണം കൊണ്ട് ഇവിടെ നിറയെ വണ്ടികൾ പോകും. അപ്പം ഞങ്ങളങ്ങനെ ശ്രദ്ധിക്കാറില്ല. മരണത്തിലെ ദുരൂഹതകൾ കണ്ടെത്തണമെന്നാണ് ജില്ലാ പഞ്ചായത്ത് അംഗം രാജന്റെ ആവശ്യം. മൂത്ത കുട്ടിയുടെ മരണത്തിൽ അവർക്ക് സംശയം നിലനിൽക്കുന്ന രീതിയിലുള്ള അഭിപ്രായമാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ കുട്ടിയുടെയും ഈ മരണം അവരുടെ വാക്കുകളിൽ നിന്ന് സംശയകരമായ രീതിയിൽ കൊലപാതകത്തിൻ്റെലേക്ക് ആണ് വാക്കുകളിൽ നിന്ന് ബോധ്യമാവുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇവരൊരു പട്ടികജാതി ജനവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കുടുംബം എന്നുള്ളതിലേക്ക് സമഗ്രമായ അന്വേഷണം നടത്തി ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അർഹതപ്പെട്ട ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ്. മൂത്ത കുട്ടീനെ കൊണ്ടുവന്ന് ശരിയില്ലാണ്ട് പെരുമാറി ഞങ്ങൾ നേരിട്ട് അച്ഛനും ഞാനും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർവ്വ സംശയമുണ്ട്. അവൻ എന്തായാലും അങ്ങനെ ഇത്രയും ചെറിയ കുട്ടീനെ കൊണ്ട് ഈ രീതിയിലൊക്കെ പെരുമാറിയപ്പോൾ പിന്നെ എന്തും ചെയ്യാൻ മടിക്കില്ല എന്നുള്ള കാര്യം കൺഫേമാണ്. തൂങ്ങി മരണത്തിനപ്പുറം കൊലപാതകമെന്ന് ഉറപ്പിക്കാൻ പോലീസിന് തക്കതായ തെളിവുകൾ ഇരു മരണത്തിനും ലഭ്യമായിട്ടില്ല. എങ്കിലും മരണങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ കാരണമുണ്ട് എന്ന് തന്നെയാണ് പോലീസ് നിഗമനം. കൊലപാതക സാധ്യതകൾ തള്ളാതെ പോലീസ് അന്വേഷണം തുടരുമ്പോൾ ഹൃതികയ്ക്കും ശരണ്യയ്ക്കും നീതി കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വാളയാർ മരണത്തിനും കൊട്ടിയൂർ പീഡന വാർത്തകൾക്കും പിന്നാലെ നിരവധി പീഡന വാർത്തകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 6 പേർ കൊച്ചിയിൽ പിടിയിലായതാണ് ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം. കളമശ്ശേരി പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തുത്തിയൂർ സ്വദേശിനിയായ പെൺകുട്ടിയെ ഈ മാസം 4-ാം തീയതി മുതലാണ് കാണാതായത്. പെൺകുട്ടിയുടെ അച്ഛൻ നൽകിയ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിൽ 17-കാരിയെ കുന്നംകുളത്തു നിന്നും കണ്ടെത്തുകയായിരുന്നു. പിന്നീടാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. പെൺകുട്ടി നവമാധ്യമം വഴി ചാവക്കാട് സ്വദേശി അഖിലിനെ പരിചയപ്പെട്ടു. പിന്നീട് അഖിലിന്റെ പ്രേരണയെ തുടർന്ന് വീട് വിട്ടു. തമിഴ്നാട്ടിലും കർണാടകയിലും പോയി കുന്നംകുളത്ത് തിരിച്ചെത്തി. മറ്റൊരു യാത്രയ്ക്കൊരുങ്ങുന്നതിനിടെ ഇവർ പിടിക്കപ്പെടുകയായിരുന്നു. ഇതിനിടെ ഇതിനു മുമ്പും അഖിലും സുഹൃത്തുക്കളും പീഡിപ്പിച്ചതായി പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. അഖിലിനെ കൂടാതെ നവമാധ്യമം വഴി ചങ്ങാത്തം സ്ഥാപിച്ച് പെൺകുട്ടിയെ വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച അക്ഷയ് ബാബു, ജെയ്സൺ, രാഹുൽ, സതീഷ്, സ്റ്റാൻസിലാവോസിസ് എന്നിവരാണ് അറസ്റ്റിലായത്. പോക്സോ വകുപ്പ് കൂടാതെ തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പാലക്കാട് ചെർപ്പുളശ്ശേരിയിലുണ്ടായ പീഡനത്തിൽ പിടിയിലായത് അധ്യാപകൻ. പീഡനത്തിനിരയായത് 2-ാം ക്ലാസ്സുകാരി. പരാതിയെ തുടർന്ന് അധ്യാപകനെതിരെ പോസ്കോ ചുമത്തി പോലീസ് കേസെടുത്തു. ചെർപ്പുളശ്ശേരി GUP സ്കൂൾ അധ്യാപകൻ VT ശശികുമാറിനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. മാർച്ച് 8-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. മിഠായി നൽകാമെന്ന് പറഞ്ഞ് 2-ാം ക്ലാസ്സുകാരിയെ സ്കൂളിന് പിന്നിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ പരാതിയിൽ ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപകൻ VT ശശികുമാറിനെതിരെ പോലീസ് കേസെടുത്തു. കുട്ടികൾക്കെതിരായ അതിക്രമം തടയുന്നതിനുള്ള പോസ്കോ നിയമപ്രകാരമാണ് അധ്യാപകനെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇയാൾ 5 മാസം മുൻപാണ് സ്കൂളിൽ അധ്യാപകനായി എത്തുന്നത്. അജ്ഞാത സന്ദേശത്തെ തുടർന്നാണ് വിവരം ചൈൽഡ് ലൈൻ പ്രവർത്തകർ അറിയുന്നത്. തുടർന്ന് കൗൺസിലിംഗിന് വിധേയമാക്കിയ വിദ്യാർത്ഥിനി ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് പീഡന വിവരം പറയുകയായിരുന്നു. എന്നാൽ സ്കൂൾ അധികൃതർ പീഡന വിവരം മറച്ചുവെച്ചു എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഒളിവിൽ പോയ അധ്യാപകനെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടയം പാറപ്പുഴയിൽ ഒരു കുടുംബത്തിലെ 3 പേരെ കഴുത്തറുത്തും വെട്ടിയും കൊലപ്പെടുത്തിയ കേസിലെ കോടതി വിധി ചൊവ്വാഴ്ച. ഉത്തർപ്രദേശ് സ്വദേശി നരേന്ദ്രകുമാറാണ് കേസിലെ പ്രതി. കോട്ടയം പ്രിൻസിപ്പൽ കോടതി ജഡ്ജി S ശാന്തകുമാരിയാണ് കേസിൽ വിധി പറയുക. കോട്ടയം പാറമ്പുഴയിൽ മൂലപ്പറമ്പിൽ ലാൽസൺ, ഭാര്യ പ്രസന്നകുമാരി, മകൻ പ്രവീൺലാൽ എന്നിവരെ കഴുത്തറുത്തും വെട്ടിയും പിന്നീട് വൈദ്യുതാഘാതം ഏൽപ്പിച്ചുമാണ് നരേന്ദ്രകുമാർ കൊലപ്പെടുത്തിയത്. 2015 മെയ് 16 രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ലാൽസന്റെ അലക്ക് കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു നരേന്ദ്രകുമാർ. സംഭവത്തിന് ശേഷം ഉത്തർപ്രദേശിൽ വെച്ചാണ് പിടിയിലായത്. കടബാധ്യതകൾ വീട്ടാനുള്ള പണം കൈക്കലാക്കാൻ നരേന്ദ്രകുമാർ കൊലപാതകം നടത്തിയെന്നാണ് കേസ്. കേസിൽ കഴിഞ്ഞ 6-നായിരുന്നു കോട്ടയം പ്രിൻസിപ്പൽ ജഡ്ജി S ശാന്തകുമാരി വിധി പറയാനിരുന്നത്. പക്ഷേ ചില കാര്യങ്ങളിൽ പ്രോസിക്യൂഷനോട് കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞ ശേഷമാണ് വിധി പറയൽ നീട്ടിവെച്ചത്. പ്രതിയായ നരേന്ദ്രകുമാർ കൊലപാതകം നടന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ജീൻസ്, പ്രതിയിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോൺ, കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച കാലടയാളത്തിന്റെയും വിരലടയാളത്തിന്റെയും രാസപരിശോധനാ ഫലം എന്നിവ സംബന്ധിച്ച കാര്യത്തിൽ കോടതി പ്രോസിക്യൂഷനോട് കൂടുതൽ വിശദീകരണം തേടിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ കൃത്യത വരുത്തിയ ശേഷമാണ് കോടതി വിധി പറയുക. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
CA വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ദുരൂഹത. കാണാം ഇടവേളയ്ക്ക് ശേഷം. കൊച്ചിയിൽ CA വിദ്യാർത്ഥിനി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബന്ധുവായ പിറവം സ്വദേശി ക്രോണാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. പെൺകുട്ടിയെ നിരന്തരമായി ശല്യം ചെയ്തിരുന്നുവെന്ന് യുവാവ് ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചു. മിഷേലുമായി അടുപ്പമുണ്ടായിരുന്ന യുവാവിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മരണം ആത്മഹത്യ തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചത്. പെൺകുട്ടിയെ പിറവം സ്വദേശിയായ ക്രോൺ നിരന്തരം ഫോൺ മുഖാന്തരം ശല്യപ്പെടുത്തിയിരുന്നു. മരണത്തിന്റെ തൊട്ടു മുമ്പത്തെ ദിവസം 33 SMS-ഉം 6 വിളികളുമാണ് നടത്തിയത്. മരണദിവസം 52 SMS-ഉം 4 വിളികളും. ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വിദ്യാർത്ഥിനിക്ക് അവസാനമായി വന്ന വിളിയും ഈ യുവാവിൻ്റേതാണ്. ഇവരുമായുള്ള ബന്ധത്തിൽ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നുവെന്ന് യുവാവ് പോലീസിന് മൊഴി നൽകി. ശല്യം സഹിക്കാനാകുന്നില്ലെന്നും താനൊരു തീരുമാനമെടുത്തിട്ടുണ്ടെന്നും മിഷേൽ പറഞ്ഞിരുന്നു. പലതവണ ചോദിച്ചെങ്കിലും തീരുമാനം തിങ്കളാഴ്ച അറിയാമെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും യുവാവിന്റെ മൊഴിയിലുണ്ട്. 6-ാം തീയതി തിങ്കളാഴ്ചയായിരുന്നു വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടിയുമായി ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവുകളെല്ലാം നശിപ്പിച്ച ശേഷമാണ് ക്രോൺ ചോദ്യം ചെയ്യലിനായി എത്തിയത്. എന്നാൽ സീഡാക്കിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ SMS അടക്കമുള്ളവ കണ്ടെടുക്കുകയായിരുന്നു. ക്രോണിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റമാണ് ചുമത്തുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിഷ വധക്കേസിൽ രഹസ്യ വിചാരണ നടത്താൻ കോടതിയുടെ തീരുമാനം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് തീരുമാനം. കേസിൽ സാക്ഷി വിസ്താരം തുടങ്ങാനിരിക്കെ രഹസ്യ വിചാരണ നടത്തുന്നതാണ് ഉചിതമെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതിഭാഗം ഇതിനെ എതിർത്തു. എന്നാൽ സാക്ഷികളുടെ സ്വകാര്യതയും മറ്റും കണക്കിലെടുത്ത് രഹസ്യ വിചാരണ നടത്താൻ കോടതി തീരുമാനിക്കുകയായിരുന്നു. മംഗളൂരു MV ഷെട്ടി കോളേജ് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് വിദ്യാർത്ഥി സമരം അനിശ്ചിതമായി തുടരുന്നു. ഇന്റേണൽ അസസ്മെന്റിന്റെ പേരിൽ വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ തോൽപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ കോളേജിൽ സമരം തുടരുന്നത്. തോൽവിക്കിരയായ കോഴിക്കോടുകാരിയായ വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. 8 സെമിസ്റ്ററുകളിലായി 4 വർഷം ദൈർഘ്യമുള്ള ഡിഗ്രി കോഴ്സാണ് BSc സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. മംഗളൂരിലെ MV ഷെട്ടി കോളേജിൽ ഈ കോഴ്സിൽ 200ഓളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ബഹുഭൂരിപക്ഷവും മലയാളികളായ പെൺകുട്ടികളാണ് വിദ്യാർത്ഥികൾ. ഒരു സെമിസ്റ്ററിന് 70,000-ഓളം രൂപയാണ് ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ പഠനച്ചെലവ്. മാനേജ്മെന്റും ഒരു വിഭാഗം അധ്യാപകരും ചേർന്ന് വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ ഇന്റേണൽ അസസ്മെന്റിൽ തോൽപ്പിക്കുന്നതായാണ് വിദ്യാർത്ഥികളുടെ പരാതി. ഇങ്ങനെ തോൽപ്പിക്കപ്പെടുന്നവർക്ക് 1 വർഷം നഷ്ടമാകും. കഴിഞ്ഞ വർഷം 8-ഉം ഈ വർഷം 7-ഉം വിദ്യാർത്ഥികളെയാണ് ഇന്റേണൽ അസസ്മെന്റിൽ തോൽപ്പിച്ചത്. തോൽപ്പിക്കലിന് വിധേയയായ കോഴിക്കോട് സ്വദേശിനിയായ വിദ്യാർത്ഥിനി ഹോസ്റ്റലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതോടെയാണ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം തുടങ്ങിയത്. SFI വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പരാതിയിൽ മംഗളൂരു പോലീസ് FIR രജിസ്റ്റർ ചെയ്തെങ്കിലും തുടർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം മംഗളൂരു സർവകലാശാല രജിസ്ട്രാർ കോളേജിലെത്തി വിദ്യാർത്ഥികളിൽ നിന്നും തെളിവെടുപ്പ് നടത്തി. സർവകലാശാല അധികൃതരിൽ നിന്നും നീതിപൂർവമായ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒരിടവേള കൂടി. പാലക്കാട് സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായ ചിറ്റൂർ സ്വദേശി ആത്മഹത്യ ചെയ്ത സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സംഭവത്തിൽ പിടിയിലായ യുവതിയുടെ സുഹൃത്ത് ഷിബുവിനെ റിമാൻഡ് ചെയ്തു. അതേസമയം ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്ന് പാലന ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം ഷിബു വാഗ്ദാനത്തിൽ നിന്നും പിന്മാറിയതാണ് യുവതിയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ. പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സായിരുന്ന 20-കാരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയായെന്ന് തെളിഞ്ഞിരുന്നു. ആത്മഹത്യ സംബന്ധിച്ച് ബന്ധുക്കളാരും പരാതിയും നൽകിയിരുന്നില്ല. ഷീനയുടെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് സുഹൃത്തും അയൽവാസിയുമായ ഷിബുവിലേക്ക് പോലീസ് എത്തിയത്. വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയതോടെ ഷിബുവും ഷീനയുടെ ബന്ധുക്കളും തമ്മിൽ വഴക്കുണ്ടായെന്ന് പോലീസ് പറഞ്ഞു. ഇതോടെ കഴിഞ്ഞ ഫെബ്രുവരി 21-ന് ഷീന തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. ഷിബുവിനെതിരെ ലൈംഗിക പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. 2016 ഡിസംബറിൽ എക്സ്റേ ടെക്നീഷ്യനായ യുവതി ആത്മഹത്യ ചെയ്തിരുന്നു. ഇവരുടെ കുടുംബവും പോലീസിൽ പരാതി നൽകിയിട്ടില്ല. ഈ മാസം തന്നെ ഒരാഴ്ചക്കിടെ 2 ജീവനക്കാരികൾ ആത്മഹത്യാ ശ്രമവും നടത്തി. ദുരൂഹ മരണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ സമരത്തിലാണ്. വീട്ടുകാരുടെ പരാതി ലഭിച്ചില്ലെങ്കിലും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന പരിശോധനയിലാണ് പോലീസ്. ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ലിംഗവിവേചനത്തിനും വിദ്യാർത്ഥിനികളുടെ വസ്ത്രധാരണ രീതിയിലെ നിയന്ത്രണങ്ങൾക്കുമെതിരെ കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ക്യാമ്പസിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കുന്നതും ലെഗിങ്സ് ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ വിദ്യാർത്ഥിനികൾ ധരിക്കുന്നതിലും കോളേജിൽ വിലക്കുണ്ടെന്നും സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ പറയുന്നു. മാനേജ്മെന്റുമായി ചർച്ച ചെയ്ത ശേഷമേ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനാകൂ എന്നാണ് കോളേജ് അധികൃതരുടെ വാദം. ഒഴിവു സമയങ്ങളിൽ വിദ്യാർത്ഥിനികൾ അവർക്ക് മാത്രമായി അനുവദിച്ചു നൽകിയിട്ടുള്ള സ്ഥലത്തെ ഇരിക്കാവൂ. ഇത്തരത്തിലുള്ള നിർബന്ധിത ക്രോഡാങ്കിൾ സംവിധാനം കോളേജിൽ അവസാനിപ്പിക്കണം. വസ്ത്രധാരണ രീതിയുടെ പേരിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു. ലെഗിങ്സ് ധരിക്കാൻ പാടില്ല. ഏതു വസ്ത്രമാണെങ്കിലും ഷോൾ ധരിച്ചിരിക്കണം. ഇങ്ങനെ നീളുന്നു നിയന്ത്രണങ്ങൾ. 9:30 മാത്രമേ ക്ലാസ്സുകളിൽ കയറാവുള്ളൂ. അതുവരെ ക്വാഡ്രാങ്കിൾ ഇരിക്കണം. അതിനുശേഷം ക്ലാസ് ഫ്രീ ഉള്ള സമയത്തും ക്വാഡ്രാങ്കിൾ തന്നെ ഇരിക്കണം. ലഞ്ച് കഴിക്കാനും ക്വാഡ്രാങ്കിൾ. അല്ലാതെ ഇത്രയും സുന്ദരമായ ക്യാമ്പസിൽ വേറെ എങ്ങും അവർക്ക് ഇരിക്കാനും സ്വാതന്ത്ര്യമില്ല. ഇറങ്ങി നടക്കാനും ഒന്നും. ഫ്രണ്ടിലെ വരാന്തകളിൽ പോലും ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്കില്ല. 6 മാസമാണ് ഒരു സെമി യൂണിവേഴ്സിറ്റി പ്രകാരം. പക്ഷേ ഇവിടെ 4 മാസത്തിനുള്ളിലാണ് പഠിപ്പിച്ച് തീർക്കുന്നതും. 2 ഇന്റേണലാണ്. 2 ഇന്റേണൽ എഴുതാൻ പറ്റാത്തവർക്ക് പൈസ അടിച്ചൊരു 3ാം ഇന്റേണലും കൂടെ എഴുതേണ്ട അവസ്ഥയാണ് ഇവിടെ. ഷോൾ ഇടാതെ വന്നു കഴിഞ്ഞാൽ അധ്യാപകരെ പോലും വശീകരിക്കുന്ന വിധത്തിലായിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഷോൾ ധരിച്ചു വരണമെന്ന് പറഞ്ഞ അധ്യാപകർ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ക്യാൻറ്റീനിൽ തന്നെ ബോയ്സ് ഗേൾസ് എന്ന് പറഞ്ഞ 2 ഡിവിഷൻ ഉണ്ട്. ഗേൾസിന്റെ സൈഡിൽ ഗേൾസിന് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. അവിടെ ഏതെങ്കിലും ബോയ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആ ബോയുടെ കാര്യം പോക്കാം. അതേസമയം വർഷങ്ങളായി തുടരുന്ന നിയന്ത്രണങ്ങളും സംവിധാനങ്ങളും മാത്രമേ കോളേജിലുള്ളൂ എന്നും ഇവ മാറ്റണമെങ്കിൽ മാനേജ്മെന്റ് തല തീരുമാനം വേണമെന്നും പ്രിൻസിപ്പൽ വിൻസെന്റ് അറ്റോ പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇത് പേരൻസ് PTA വിളിക്കാം, കൗൺസിൽ വിളിക്കാം, പിന്നെ മാനേജ്മെൻറ്റും വിളിച്ചിട്ട് എല്ലാവരുടെയും തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്റേണൽ എക്സാമുകളുടെ പേരിൽ അമിത ഫീസ് ഈടാക്കുന്നതായും പരാതിയുണ്ട്. ഇന്റേണൽ എക്സാമുകളുടെ പേരിൽ അമിത ഫീസ് ഈടാക്കുന്നതും ഉൾപ്പെടെ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൂടിയാണ് സമരം. 11 ആവശ്യങ്ങളാണ് പ്രിൻസിപ്പലിന് മുന്നിൽ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. മാനേജ്മെന്റ് വിദ്യാർത്ഥികളുടെ ആവശ്യം പരിഗണിക്കാത്ത സാഹചര്യത്തിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം കുണ്ടറയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ RSS ആക്രമണം. 5 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ബിനു എന്നയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൊല്ലം ബ്യൂറോയുടെ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് സമാപിക്കുന്നു. നമസ്കാരം. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. കൊല്ലം കുണ്ടറ കുഴിയത്ത് ചാറുകാട് വയലിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ RSS പ്രവർത്തകർ മാരകായുധങ്ങളുമായി എത്തി ആക്രമിച്ചതെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ ബിനുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എല്ലാവരും അറിയാവുന്നവരാണ്. തൊട്ടടുത്ത് ഒരു തോളുവരമ്പിന് അപ്പുറമുള്ളവരല്ല. അവരെല്ലാവരും RSS പ്രവർത്തിക്കുന്നവരാണ്. RSSകാരെ ഞങ്ങൾ ക്രൂരമായിട്ട് മർദ്ദിച്ച് എൻ്റെ കാലിൽ വെട്ടി, എൻ്റെ കൈക്കടിച്ച്, എൻ്റെ തലക്കടിച്ച്, ഷോൾഡറിനടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ഓടി കുറേ കൊച്ചു പിള്ളേരെല്ലാം അവിടെ നിന്നവരെ എല്ലാവരെയും അടിച്ചു. സാരമായി പരിക്കേറ്റ മനു, ബിജു, അനിൽകുമാർ, മനോജ് എന്നിവരെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. EMS ലൈബ്രറി ബുക്കുകൾക്ക് തീയിട്ടത് ഇതേ അക്രമികൾ തന്നെയാണെന്ന് CPIM കുണ്ട്ര ഏരിയ സെക്രട്ടറി സജി ആരോപിച്ചു. കുറേ അധിക ദിവസങ്ങളായി അവിടെ ഈ വീടുകൾ കയറി ആക്രമിക്കുക, ശല്യം ഉണ്ടാക്കുക, EMS വായനശാല എന്ന് പറയുന്ന വായനശാലയിൽ കയറി പുസ്തകം കത്തിച്ച് കളയുക, അവിടുത്തെ കറണ്ട് വിച്ഛേദിക്കുക, നിരവധി ആക്രമണങ്ങളുടെ പരമ്പര തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റിസൾട്ട് കൂടിയായപ്പോൾ ആവശ്യമുത്താണ് ഈ നെറുകെട്ടിലേക്ക് കാണിക്കാൻ തയ്യാറായിട്ടുള്ളത്. കൊല്ലം അഞ്ചാലുമൂട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.